ഗൈസ്, നിങ്ങൾ വാട്സപ്പിൽ മെയിനായിട്ട് ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങളുടെ വീഡിയോ ഒക്കെ ലീക്ക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹാക്ക് ചെയ്തെടുക്കാൻ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പല സൈറ്റിലൊക്കെ കാണുന്നില്ലേ, ഇങ്ങനെ പലരുടെയും വീഡിയോ ലീക്കായി, അപ്പോൾ പല സൈറ്റിലൊക്കെ അപ്ലോഡ് ആകുന്നതും അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ലീക്കായി പോകുന്നത് കൊണ്ടാണ്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഇതുപോലത്തെ അവസ്ഥ ചിലപ്പോൾ വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് തന്നെ വെക്കുക. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ ഫോണിലും പല സാധനത്തിലും. അപ്പോൾ അങ്ങനത്തെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് വാട്സപ്പിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, അതിന് മുന്നേ ഇതുപോലെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ പേര് ഇപ്പം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനത് വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇതാ ഇവിടെ ഇതാ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതാ താഴെ ഇവിടെ സെറ്റിങ്സ് കാണാൻ പറ്റും. ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി എന്നും പറ്റുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു പ്രൈവസി എടുക്കുക. പ്രൈവസി എടുത്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് പുതിയ വന്നതാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക വാട്സപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണും. അഡ്വാൻസ്ഡ് എടുത്തിട്ട് ഈ പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ് എന്നുള്ളത് അത് എനാബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ്സ് ചിലപ്പോൾ ലീക്കായിട്ട് ഏതെങ്കിലും ഒരു ഹാക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവരുടെ കയ്യിലാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രൈവസിയും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എനാബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.